എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഇറാൻ പുറത്തുവിടുന്നത്. അതായത് അമേരിക്കയുടെ ഐക്കോണിക് ഫൈറ്റർ ജെറ്റ് വിമാനമായ F-35 അടിച്ച് ചാമ്പലാക്കുന്ന ഒരു വീഡിയോ ആണ് ഇറാൻ പുറത്തുവിട്ടത്. അത് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് പുറത്തുവിട്ടത്. അപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് AI മെയ്ഡ് വീഡിയോ ആണ്. പക്ഷേ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എക്സ്പേർട്ടുകൾ, അതായത് ഫാക്ട് ചെക്കേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു AI ജനറേറ്റഡ് വീഡിയോ അല്ല, അതായത് ഒറിജിനൽ വീഡിയോ തന്നെയാണ്. അതിൻ്റെ കണ്ടന്റ് ID അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇത് ശരിക്കും ഒറിജിനൽ വീഡിയോ ആണ് എന്ന് ഒഫീഷ്യലി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നെ ഒഫീഷ്യലി പറഞ്ഞു, അതായത് ഇനി ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല, യുദ്ധം ഞങ്ങൾ നിർത്താൻ പോവുകയാണ്. അത് അവർക്ക് മനസ്സിലായി. അതിന് മറ്റ് രാജ്യങ്ങളിൽ അമേരിക്ക ചെയ്തതുപോലെ അതായത് പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ കയറി ഇറാനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് അമേരിക്കക്കും മനസ്സിലായി, ഇസ്രയേലും മനസ്സിലായി. അതായത് ഇനി കൂടുതൽ നാൾ ഇനി യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കൂടുതൽ ഡാമേജ് ഉണ്ടാകുക അമേരിക്കക്കും ഇസ്രയേലും തന്നെയാണ്. ഇപ്പോൾ ഇസ്രയേലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇസ്രയേൽ കഴിഞ്ഞ 2023 തൊട്ട് 3 വർഷമായിട്ട് തുടരെ ഹമാസായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് കുറച്ച് റിലാക്സേഷൻ അവർക്ക് കിട്ടിയത്. അപ്പോൾ അത്രയും അവർക്ക് ബഡ്ജറ്റ് അലോക്കേഷനിൽ മാക്സിമം ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇറാനായിട്ടുള്ള യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്രയേലായാലും അമേരിക്കക്കായാലും വലിയ ഡാമേജ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഓൾറെഡി അമേരിക്കയുടെ ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും ദിവസം യുദ്ധത്തിനിടയിൽ ഞങ്ങൾക്ക് ഏകദേശം 16ഓളം ഫൈറ്റർ ജെറ്റുകൾക്ക് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആ 10 അതിൽ ഡ്രോൺ അറ്റാക്കിലൂടെയും 6 അല്ലാത്ത രീതിയിലുള്ള മറ്റ് അറ്റാക്കിലൂടെയാണ് അത് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ F-35 ഒരു ആക്രമണം അത് ഒരിക്കലും അമേരിക്ക എക്സ്പെക്ട് ചെയ്യാത്തതാണ്. അത് ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ 830 കോടി രൂപയാണ് ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ ഇത്. പിന്നെ അത് മാത്രമല്ല ഇത് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ളതാണ്. ഇത് റഡാറിന് പോലും ഇതിനെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിമാനം ഫൈറ്റർ ജെറ്റ് ഇറാൻ പോലെയുള്ള ഒരു രാജ്യം ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ഏകദേശം 10,000 രൂപയുടെ ഇന്ത്യൻ മണി 10,000 രൂപ അത്രയും വില വരുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വിമാനം അടിച്ച് തകർക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അമേരിക്ക അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനം അവർ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന് പറയുന്നത് F-16 F-35 F സീരീസിലുള്ള എല്ലാ കാര്യങ്ങളും വലിയ രീതിയിലുള്ള പ്രചാരണം എല്ലാ രാജ്യങ്ങൾക്കും സപ്ലൈ ചെയ്യുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ് ഈ സാധനം. പിന്നെ അതുമാത്രമല്ല നമുക്ക് അടുത്ത കാലത്ത് തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ അമേരിക്ക എല്ലാ രാജ്യങ്ങളെടുത്തും ഫോഴ്സ് ചെയ്യുന്നത് F-37 F സീരീസിൽപ്പെട്ട വിമാനങ്ങൾ നിങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും കാര്യങ്ങളുടെ ആ ഒരു പിടുത്തം മനസ്സിലായത്. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും, അതായത് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഇവർ തന്നെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള സംഭവമാണ്, സ്റ്റെൽത്താണ്, റഡാറിന് പോലും പിടിക്കാൻ പറ്റില്ല, വലിയ രീതിയിലുള്ള ഒരു ഡ്രോൺ അറ്റാക്ക് പോലും ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരിതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടല്ലോ ശരിക്കും ഇറാൻ അങ്ങ് പൊളിച്ചടക്കി കൊടുത്തു. ഇത് ഓൾറെഡി ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ തന്നെ കാണിച്ചു കൊടുത്തതാണ്. ആ സമയത്ത് F-35 അല്ല F-16 അമേരിക്കയുടെ F-16 ഏകദേശം 5ഓളം F-16 വിമാനങ്ങൾ വെറും അരമണിക്കൂറുകൾ കൊണ്ടാണ് ഇന്ത്യൻ മെയ്ഡ് വെപ്പൺ ഉപയോഗിച്ചിട്ട് ഇന്ത്യ തകർത്തത്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപ് കയറി ഇടപെട്ട് പെട്ടെന്ന് യുദ്ധം നിർത്തേണ്ടി വന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ഈ വെപ്പൺ മാർക്കറ്റിൽ ഇവരുടെ എല്ലാ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഇവരുടെ മുഖംമൂടി അഴിഞ്ഞ് വീഴും എന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. ശരിക്കും ഓൾറെഡി ഇന്ത്യ ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ F-35 ഇപ്പോൾ അവർ വലിയ രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അത് B-2 ബോംബർക്ക് ശേഷം B-2 ബോംബറിന് അത്രയും കപ്പാസിറ്റി ഇല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന അത്രയും കാര്യങ്ങൾ കഴിവുള്ള സംഭവമാണ് F-35 എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക പ്രചാരണം നടത്തുന്നത്. അപ്പോൾ അതിനെയാണ് ഇറാൻ വെറും 10,000 രൂപ ഇന്ത്യൻ മണി 10,000 രൂപ വരുന്ന അത്രയും ഇത് വരുന്ന ഡ്രോൺ വെച്ച് അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇത് ഒഫീഷ്യലി സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ ഇറാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ, അപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ലോകത്തിൽ എല്ലായിടത്തും സുഡാപ്പികളുണ്ടല്ലോ, അപ്പോൾ ഇവരൊക്കെ വലിയ രീതിയിലുള്ള ഈ ഫാക്ട് ചെക്കേഴ്സിനൊക്കെ ഇറക്കിയിട്ട് കറക്റ്റ് ഇത് വീഡിയോ എല്ലാം അതിൻ്റെ ഓതൻറ്റിസിറ്റി എല്ലാവർക്കും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്ത് തന്നെയായാലും ഇതിന് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഒഫീഷ്യൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് മടുത്തു, ഞങ്ങൾക്ക് യുദ്ധം നിർത്താൻ പോവുകയാണെന്ന്. അപ്പോൾ അതിൽ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. ഇനിയും കൂടുതൽ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടാകുന്നത് അമേരിക്കക്കാണ്. അമേരിക്കയുടെ വെപ്പൺസാണ് ഇസ്രയേലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സമാനമായ സാഹചര്യം ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇനിയും അധികം നാണം കിടണ്ട, അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കിടണ്ട എന്ന് വിചാരിച്ചിട്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ സ്വയം യുദ്ധത്തിന് പിന്മാറാൻ പോവുകയാണ്. അത്രത്തോളം അത് അവർക്ക് മടുത്തു. കാരണം വെച്ചാൽ ഈ ഇസ്രയേലിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം കാരണമാണ് അമേരിക്ക ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി അമേരിക്ക പലതവണ ഇറാനെ ഭീഷണിപ്പെടുത്തിയിരുന്നു, ഞങ്ങൾ അറ്റാക്ക് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഓരോ ഇതിങ്ങനെ കൊടുത്തുകൊണ്ട് പിന്മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഇസ്രയേലാണ് ഇവന്മാരെ ചൂടാക്കിയിട്ട് യുദ്ധത്തിലോട്ട് ഇറക്കിയത്. പക്ഷേ ശരിക്കും പണി കിട്ടിയത് അമേരിക്കക്കാണ്. ഇനി ലോകത്തിൽ ഒരു രാജ്യങ്ങളും ഈ F-35 എന്ന് പറഞ്ഞിട്ട് ഈ അമേരിക്കക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല, നിങ്ങളിത് വാങ്ങണം, F-35 വാങ്ങണം എന്ന് പറയാൻ പറ്റില്ല. ഇറാൻ ശരിക്കും അതങ്ങ് എക്സ്പോസ്ഡ് ആക്കി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത്, അതായത് ഇനി എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തണമെന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പൊളിറ്റിക്സിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത്തരത്തിലുള്ള വാർത്തകളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ആർക്കും അവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, അറിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായ
പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം, ഇറാനായിട്ടുള്ള യുദ്ധം അമേരിക്കയ്ക്ക് നാണക്കേടും അമേരിക്കയ്ക്ക് ലോങ് ടേമിൽ വലിയ രീതിയിലുള്ള ഡാമേജും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന തരത്തിലാണ് അമേരിക്കയിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അമേരിക്കയുടെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ ഏകദേശം അമേരിക്കൻ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ട് ഇപ്പോൾ 16ഓളം ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന്. ഇത് അവർ ഒഫീഷ്യലി പറഞ്ഞാണ്. അപ്പോൾ അൺഒഫീഷ്യലി എത്ര പോയിട്ടുണ്ടാവും നമുക്കത് ഒരിക്കലും ഒരു യുദ്ധത്തിൽ എത്രത്തോളം ഡാമേജ് ഉണ്ടായെന്ന് അവർ ഫുൾ കണക്ക് പുറത്തു വരില്ല. അതായത് പുറത്ത് വിടുന്നതിൻ്റെ ചിലപ്പോൾ 10-ൽ 100-ൽ 1% മാത്രമേ പുറത്ത് വരുള്ളൂ. അപ്പോൾ അതൊരു എന്താ പറയണ്ടത്, അത് എല്ലാ യുദ്ധത്തിലും അങ്ങനെയാണ്. അമേരിക്കയുടെ കേസ് മാത്രമല്ല, ഏത് യുദ്ധത്തിലും നമ്മൾ ഒഫീഷ്യലി പുറത്തുവിടുന്ന കാര്യങ്ങളായിരിക്കില്ല അതിൻ്റെ സംഭവിച്ചതിൻ്റെ എത്രയോ 100-ൽ 1%, 10% മാത്രമേ പുറത്തു വിടൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അമേരിക്കക്ക്. അത് തന്നെയാണ് അമേരിക്കയിലെ പ്രതിപക്ഷ പാർട്ടികളും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ഇനി പുതിയ ഒരു ആയുധം നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുക വലിയ പ്രയാസമായിരിക്കും. ഇപ്പോൾ അമേരിക്കയുടെ തന്നെ ഒരു ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു ആയുധം ഉണ്ടാക്കും, മറ്റുള്ള രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള, അതായത് ഒരു ബയലാറ്ററൽ ടോക്ക് നടക്കുമ്പോൾ അവരായിട്ട് ഫോഴ്സ് ചെയ്തിപ്പിക്കുകയാണ്, നിങ്ങളിത് വാങ്ങുക, ഇതിൻ്റെ പ്രത്യേകത ഇതൊക്കെയാണ്, അപ്പോൾ ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ഇതിനുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഇത് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരെ ഇത് ചെയ്യിപ്പിക്കുകയാണ്. അതായത് അവരെ ഇത് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനി അത്തരം കാര്യങ്ങൾ ഇനി അമേരിക്കക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ദൂറിലായാലും ഇറാൻ വിഷയത്തിലായാലും അവർ വലിയ രീതിയിൽ തിരിച്ചടി നേടിയിട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര വെപ്പൺ മാർക്കറ്റിൽ അവർക്ക് വലിയ ഡാമേജ് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഏറ്റവും കൂടുതൽ അവരുടെ GDP-യിൽ ഇത് വരുന്നത് ഈ ആയുധ വിൽപ്പനയുടെ തന്നെയാണ്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ ഇനി അമേരിക്ക ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, അതായത് നിങ്ങൾ ഇത് വാങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖം തിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അവരുടെ മുന്നിൽ 2 എക്സാമ്പിളുണ്ട്. ഇറാൻ്റെ കേസും തന്നെ F-35 ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യം പോട്ടെ, അതായത് പാകിസ്ഥാനെ നമ്മൾ ആയുധങ്ങൾ കൊടുത്തില്ല, അത് തെറ്റായ പ്രചരണമാണ് ഇന്ത്യ നടത്തുന്നതെന്ന് അവർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇറാൻ്റെ കേസ് അങ്ങനെയല്ല. അമേരിക്ക നേരിട്ട് ഇടപെട്ട് നടത്തിയ യുദ്ധമാണ്, അമേരിക്കയും ഇസ്രായേലും നേരിട്ട് നടത്തിയ യുദ്ധമാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് ഇറാൻ അടിച്ചിട്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ അവർക്ക് പറയേണ്ടി വന്നു, തെളിവ് സഹിതം ഇറാൻ പുറത്ത് വിട്ടുകൊണ്ട് പറയേണ്ടി വന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്ത് തന്നെയായാലും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇറാൻ അമേരിക്കക്ക് വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അവരുടെ ഐക്കോണിക് ഫൈറ്റർ ജെറ്റായ F-35 ഇറാൻ അടിച്ചിട്ടു. വെറും 10,000 രൂപ വരുന്ന ഇന്ത്യൻ മണി ഉപയോഗിച്ചുള്ള ഡ്രോണുകൾ വെച്ചാണ് അത് അടിച്ചിട്ടത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വെപ്പൺ മാർക്കറ്റിൽ അമേരിക്കക്ക് വലിയ രീതിയിൽ നാണക്കേടും ഡാമേജും ലോങ് ടേമിൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.